ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് വൈദ്യരുടെ ചികിത്സാ കേന്ദ്രത്തിലാണ്. നമ്മളിവിടെ ചെയ്യുന്നത് മർമ്മ സംബന്ധമായിട്ടുള്ള ചികിത്സയാണ്. ഈ മർമ്മ സംബന്ധമായിട്ടുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ ഈ പെടലി വേദന, മുട്ടുവേദന, ഈ നടുവേദന, അപ്പോൾ ഈ 3 ചികിത്സകളാണ് ഇവിടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മെയിനായിട്ട് വരുന്നത് ഈ നടുവിൻ്റെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം മിക്കുള്ള ആൾക്കാർക്കും നടുവേദന വന്നിട്ട് അപ്പം അവർ ചെറിയ നടുവേദന വരുമ്പോൾ കൊണ്ട് ചെന്ന് എക്സ്റേ എടുക്കുമ്പോൾ നട്ടെല്ല്, അതായത് വെഡിബ്ര അകൽച്ച എന്ന് പറയും. അപ്പം ഓരോ വെഡിബ്രയുടെ ഇടയിലാണ് ഡിസ്ക് ഇരിക്കുന്നത്. ഈ ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഷോക്ക് അബ്സറാണ്. ആ ഡിസ്ക് ഈ വെഡിബ്രയുടെ ഇടയിൽ ഇരിക്കുന്ന ആ ഡിസ്ക് ഈ നട്ടെല്ലിൻ്റെ 33 കശേരുക്കളാണ് നമുക്കുള്ളത്. 33 കശേരുക്കളുണ്ട്. അത് 3 ഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പം ഇത് അപ്പർ ബാക്ക്, മിഡൽ ബാക്ക്, ലോവർ ബാക്ക്. ഈ ലോവർ ബാക്ക് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ലംബാർ, സാക്രം, കോക്കിൾസ് എന്ന് പറയുന്ന ആ 3 ഭാഗമുണ്ട്. പിന്നെ തൊറാസിക് എന്ന് പറയുന്ന ഭാഗത്ത് 12 ഡിസ്ക് ഉണ്ട്. സർവിക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് 7 ഡിസ്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഈ സർവിക്കൽ സ്പോണ്ടിലൈസിസ് വരുന്നത് ഈ സിസ്റ്റത്തിൽ നോക്കിയിരിക്കുന്നവർ 3-4-5 മണിക്കൂർ സിസ്റ്റത്തിൽ നോക്കിയിരിക്കുമ്പോഴാണ് അവർക്ക് ഈ സർവിക്കൽ സ്പോണ്ടിലൈസിസ് വരുന്നത്. അപ്പോൾ സർവിക്കൽ സ്പോണ്ടിലൈസിസ് വരുമ്പോൾ ഈ ഡിസ്ക് ബൾജ് ചെയ്യുമ്പം കയ്യിലോട്ട് ചെറുതായിട്ട് പെരുപ്പ് വരും. നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ കയ്യിലോട്ട് പെരുപ്പ് വരും. പെരുപ്പോട് കൂടിയ വേദനയും വരും. അതാണ് ഈ സർവിക്കൽ സ്പോണ്ടിലൈസിസ്. സർവിക്കലിൻ്റെ പ്രശ്നം വരുന്നത് അങ്ങനെയാണ്. രണ്ടാമത്തെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക് സംബന്ധമായിട്ടുള്ള, അതായത് നട്ടെല്ലിൻ്റെ ഏറ്റവും ഭാഗത്തെ ലോവർ ബാക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ലംബാർ എന്ന് പറയുന്ന 5 ഡിസ്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ സാക്രം എന്ന് പറയുന്നൊരു 4 ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ലംബാറും സാക്രവും, ലംബാർ 5 ഡിസ്ക്, സാക്രം 4 ഡിസ്ക്, 5 4 9 ഡിസ്ക്, ഇവിടെയാണ് മിക്കുള്ള ആൾക്കാർക്കും പ്രശ്നം വരുന്നത്. അപ്പോൾ അവിടെ ഡിസ്ക് ബൾജ് ചെയ്യുമ്പോൾ ഈ കാലിലോട്ട് പോയിരിക്കുന്നൊരു ഞരമ്പുണ്ട്, സയാറ്റിക്ക എന്ന് പറയുന്നൊരു ഞരമ്പാണ്. ഈ ഞരമ്പിനകത്തൂടെ ഈ ഞരമ്പങ്ങ് കംപ്രസറിങ് ആവും. ഈ ഡിസ്ക് പുറത്തോട്ട് ചാടുമ്പോൾ സ്പൈനൽ കോഡിൽ നിന്ന് പോയിരിക്കുന്നൊരു ഞരമ്പാണ്. ഈ ഞരമ്പങ്ങ് കംപ്രസറിങ് ആവും. അപ്പോഴെന്ത് പറ്റും? ഈ കാലിലോട്ട് പോയിരിക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ കുറയും. അപ്പോൾ ഈ കാലിലോട്ട് പോയിരിക്കുന്ന ബ്ലഡ് ഓട്ടം കുറയുമ്പോൾ ആദ്യമേ വരുന്നത് നടുവേദനയായിരിക്കും. പിന്നെ രണ്ടാമത് വരുമ്പം ഈ ബട്ടക്സ് ഉണ്ടല്ലോ, ചന്തിക്കെട്ട്, ഈ ചന്തിക്കെട്ട് എന്ന് ചെറുതായിട്ട് ആ വേദന ഇഞ്ഞ് കാലിലോട്ട് ഇറങ്ങും. അപ്പം ആ ഒരു കാലിലോട്ട് വന്ന് അത് പൂർണ്ണമായതിന് ശേഷമാണ് രണ്ടാമത്തെ കാലിലോട്ട് വേദന ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യമേക്ക് ഇത് മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും വെയിറ്റ് എടുക്കുകയോ, പിന്നെ ചില ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അപ്പോൾ ഈ ഞെരുങ്ങിയിരിക്കുന്ന ഞരമ്പിൽ കൂടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. അപ്പോൾ കൂടുതൽ വേദന അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇത് സ്കാൻ ചെയ്യുമ്പോഴാണ് ആ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഡിസ്ക് ബൾജ് ചെയ്തിട്ട് ഞരമ്പ് അപ്പോൾ ഇതുകൂടെ കേൾക്കുമ്പോൾ സർജറിയൊക്കെ ചെയ്യാൻ പറയുമ്പം ഏറ്റവും കൂടുതൽ അങ്ങ് പേടിച്ചു പോകും. ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് ടെൻഷനിൽ നിന്നാണ്. ഇപ്പം ഈ ടെൻഷൻ ഏറ്റവും കൂടുതൽ വരുമ്പോൾ ഈ നമ്മളെ ഈ ബ്ലോക്കാവും, ഞരമ്പ് ബ്ലോക്കാവുന്ന കണക്ക്. ഹാർട്ട് അറ്റാക്കും വരുന്നത് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുമ്പോഴാണ്. അങ്ങനെ ഈ ടെൻഷന് ആവുന്നത് എപ്പോഴാണ്? നമ്മളൊരു ഡോക്ടറെ സമീപിച്ച് സ്കാൻ ചെയ്യുമ്പോഴാണ് അവർ ഇങ്ങനെ എഴുതി കൊടുക്കും, നിങ്ങൾക്ക് ഡിസ്ക് ബൾജിങ് ആണ്, അപ്പം പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറയുമ്പോൾ സർജറി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഭയന്നു പോകും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഞങ്ങളൊരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു വീട്ടിൽ പോയി, ഒരു പെൺകുട്ടിയുടെ ചികിത്സയുമായി സീരിയസ് ആയ വിഷയമായിരുന്നു അത്. അതിപ്പോൾ സുഖപ്പെട്ട് വളരെ നല്ല രീതിയിൽ അവർ പോകുന്നുണ്ട്. നമ്മളൊരു കാറിൽ പോയതല്ലേ? ആ കാറിൽ പോയത് അത് തന്നെ. അതായത് ഇദ്ദേഹം അന്ന് ഒരു 5 വർഷത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു. അപ്പം അത് ഈ 3 ഡിസ്ക് ബൾജ് ചെയ്തിരുന്നതാണ്. അപ്പം ബൾജ് ചെയ്തിട്ട് അത് നരമ്പ് കുടുങ്ങി കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. കാലിലോട്ട് പോയിരിക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, കുടുങ്ങി കിടക്കുകയാണ്, സർജറി ചെയ്യുക. അപ്പം അവരെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അപ്പം അദ്ദേഹം സർജറി ചെയ്യാനായിട്ടാണ് നാട്ടിൽ വന്ന് പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് സ്കാനിങ് എടുത്തപ്പോഴാണ് പറഞ്ഞത്. അപ്പം ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റത്തില്ല. അനസ്തേഷ്യ കൊടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. അപ്പോൾ സർജറി ചെയ്യാനും പറ്റത്തില്ല. ഇതൊക്കെ കേട്ട് വന്നപ്പോൾ ഇയാൾ ആകെ വശക്കേണ്ടായി. അങ്ങനെയാണ് ഇദ്ദേഹം വന്ന് എന്നോട് പറയുന്നത്. ഇതേ കണക്കൊരു നമ്മളൊരു ഏറ്റവും അടുത്ത് ബന്ധുവാണ്. അങ്ങനെ ഇദ്ദേഹം വണ്ടി കൊണ്ടുവന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറി
ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട് 7 പേര് അവിടെ ഉണ്ട്. അപ്പോൾ കിടക്കുകയാണ്, കട്ടിലിൽ കിടക്കുകയാണ്. അപ്പം അത് എണീറ്റ് നടക്കാനൊന്നും പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഉണ്ട് ആ വെട്ടിപ്പുറ കറക്റ്റായിട്ട് മാറിയിരിക്കുക. അപ്പോൾ അത് അവിടെ വന്ന് പിടിച്ചിട്ടു. അപ്പോഴും തന്നെ ആ ഒരു 10 മിനിറ്റ് എടുത്തു. 10 മിനിറ്റ് എടുത്തു. നമ്മളാ പിടിച്ചിട്ടപ്പോഴുണ്ട് അദ്ദേഹം ആ പെൺകുട്ടി നടന്നു. അപ്പോൾ അവർക്ക് അത് കണ്ടപ്പോൾ നമുക്കങ്ങ് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ വരുന്ന പ്രയാസപ്പെട്ട് വരുന്നവർ നമ്മളെല്ലാം ചെയ്ത് പിടിച്ചെല്ലാം ഇട്ട് റെഡിയാക്കി തിരിച്ചു സന്തോഷത്തിൽ പോകുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. വൈദ്യരെ തൈലം ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മളെ പാരമ്പര്യമായി കിട്ടിയ ഒരു മുതൽ. ഇതാണ് തൈലം. ഇത് എൻ്റെ ഉമ്മയുടെ വാപ്പ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ തൈലമാണ്. ഇതിനകത്ത് ഒരു 100ഓളം കൂട്ടുമരുന്നുകളുണ്ട്. 22 പച്ചമരുന്നും പിന്നെ ബാക്കി അങ്ങാടി മരുന്ന്, തൊണ്ടിൻചാറ്, നീറുമുട്ട, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ കഷായം ഇട്ട് ഇത് തൈലം കാച്ചിയെടുക്കുന്ന 2 ആഴ്ചയോളം വരും. 2 ആഴ്ചയോളം വന്ന് കഷായം ഒരു 4 ദിവസം ഇട്ട് അത് കാച്ചി വറ്റിച്ച് അത് 8-1 അങ്ങനെയാണ് നമ്മൾ ഈ തൈലം പാകപ്പെടുത്തി എടുക്കുക. അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് മരുന്ന്. ഈ സമയം കിട്ടുമ്പോൾ ഞായറാഴ്ച ദിവസമാണ് ഞാനിതെല്ലാം. ഞായറാഴ്ച ഇവിടെ അവധിയാണ്. അപ്പം ഈ ഞായറാഴ്ച ദിവസം തന്നെ അപ്പം നമ്മൾ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പച്ചില മരുന്നെന്ന് പറയുന്ന ഒരുപാട് സൈസുണ്ട്. ഒരേ ഇനം കണക്കിരിക്കുന്ന പല സൈസുണ്ട്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവും. അപ്പം നമ്മൾ നേരിട്ട് ചെന്ന്, ഞാനും വേറെ ഇവിടെ 2 കക്ഷികളുണ്ട്. അപ്പോൾ അവരുമായിട്ട് ചെന്നാണ് നമ്മൾ ഈ മരുന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ തന്നെ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് നമ്മൾ തന്നെ ഇപ്പം തൈലം കാച്ചാൻ ആളുണ്ട്. നമ്മളിടയ്ക്ക് നിന്ന് നമ്മളെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതെന്ന് പറയുന്നത് നമ്മൾ വെരിക്കോസ് വെയിന് അതേ കണക്ക് എത്ര വലിയ പഴക്കം ചെന്ന നീരായാലും ഈ തൈലം ഇട്ട് കഴിഞ്ഞ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലും മാറും. അപ്പോൾ അങ്ങനെയുള്ളൊരു തൈലമാണത്. പല സ്ഥലത്തുനിന്നും ആദരവ് ലഭിച്ചിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകർ ആദരിച്ചിട്ടുണ്ട്. പല രാഷ്ട്രീയക്കാർ എന്നെ ആദരിച്ചിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ ഈ ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ ആദരിച്ചിട്ടുണ്ട്. പിന്നെ ഈ സാമ്പത്തികം ഇല്ലാത്തവർക്ക് നമ്മളിവിടെ വരുമ്പം അത് ചികിത്സിച്ച് അങ്ങനെ അവരൊരു കൂട്ടായ്മയായിട്ട് ഇവിടെ വന്ന് മെമ്മൻറ്റോ തന്ന് ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ആദരവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച എനിക്ക് ശ്രീ ചിത്ര തിരുനാളിൻ്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്നും എനിക്കത് ആദരവ് എന്നെ ആദരിച്ചായിരുന്നു. അതൊരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്നൊരു മുഹൂർത്തമായിരുന്നു അത്. ഇങ്ങനെയൊക്കെ ആദരവ് കിട്ടുമ്പോൾ നമുക്ക് ഈ ചികിത്സയിൽ കൂടുതൽ ആകാംക്ഷ നേടിക്കൊണ്ടിരിക്കും. ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ KSRTC ഡിപ്പോയുടെ തൊട്ടു മുമ്പിലാണ് എൻ്റെ വീട്. അതിനോട് ചേർന്നാണ്. ഞാനിവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞായറാഴ്ച അവധിയാണ്. ബാക്കി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ട്.